ഹലോ എവ്രി വൺ, വെൽക്കം ടു സൗന്ദര്യ. സൗന്ദര്യയുടെ പുതിയൊരു ഡിസൈനർ ഫാബ്രിക് കാണാൻ, പുതിയൊരു ഡിസൈനർ ഡ്രസ്സ് കാണാനായിട്ട് നിങ്ങളെ ഏവരെയും ഞാൻ സൗന്ദര്യയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിൽ, ഒരു ഡബിൾ ടോൺ ഷെയ്ഡിൽ എടുത്ത നെറ്റ് ഫാബ്രിക് കൊണ്ട് ചെയ്തെടുത്തിരിക്കുന്ന രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രോക്കുകളാണ്. ടീനേജേഴ്സിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഫ്രോക്കുകളാണ്. അപ്പോൾ ഫ്രോക്കിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫാബ്രിക്. ഇത് ഡബിൾ ഷെയ്ഡാണ്. അതായത് നെറ്റിന്റെ മോൾ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡുള്ള ലൈറ്റർ ടോണുള്ള ഫാബ്രിക്കാണ് നെറ്റിന്റെ ടോപ്പ് ഫാബ്രിക് ഭാഗത്ത് വന്നത്. അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ അതേ നെറ്റിൽ തന്നെ ഇതിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് ടോണും കാണാം. സിംഗിൾ ഫാബ്രിക് ആണ്. സിംഗിൾ ഫാബ്രിക്കിൽ ഡബിൾ ടോണിൽ വരുന്ന നെറ്റ് ഫാബ്രിക് ആയിരുന്നു. അതിൽ സെൽഫ് ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള ഒരു ഷെയ്ഡുള്ള ഫാബ്രിക്കാണിത്. പ്ലെയിൻ നെറ്റ് ഫാബ്രിക് ആണ്. ശരിക്കും ആ ഒരു ഗ്ലിറ്ററിങ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ രണ്ട് ഷെയ്ഡ് ആയിരുന്നു. അപ്പൊ അത് കസ്റ്റമറിന്റെ പ്രിഫറൻസിനനുസരിച്ച് നമ്മൾ അതിനെ രണ്ട് യോക്കിനും താഴേക്കും ഒക്കെ ആയിട്ട് ഡിഫറെന്റ് ആക്കി ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് കടക്കാം. ഇതിൽ നമ്മൾ യോക്ക് പോർഷൻ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ലൈറ്റർ ടോൺ ഫാബ്രിക് കൊണ്ടാണ്. സെയിം കളർ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ കുറച്ച് ഡാർക്കായിട്ടും ഇവിടെ ലൈറ്റ് ആയിട്ടും ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ലൈറ്റർ ടോൺ ഫാബ്രിക് ആണ് ടോപ്പ് പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത്. ആ യോക്ക് പോർഷൻ ട്രാൻസ്പെറന്റ് നെക്ക് കൊടുത്തുകൊണ്ട്, ട്രാൻസ്പെറന്റ് നെക്കാണ് ഫുള്ള് വരുന്നത്. അവിടെ ഫുൾ കൊടുത്തിരിക്കുന്നത് ലൈറ്റർ കളർ ഫാബ്രിക് ആണ്. അതേ ഫാബ്രിക് തന്നെയാണ് അവിടെ നിന്ന് താഴേക്ക് വരുന്ന വിത്ത് ലൈനിങ് ഉള്ള യോക്ക് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. കോളറിന് കൊടുത്തിരിക്കുന്നത് ഡാർക്കർ ടോണിലുള്ള ഫാബ്രിക് ആണ്. റൗണ്ട് കോളർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അംബ്രല്ല സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. അംബ്രല്ല സ്ലീവിന് കൊടുത്തിരിക്കുന്നത് നമ്മൾ ലൈറ്റർ ടോണിലുള്ള ഫാബ്രിക് ആണ്. അവിടെ നിന്നും താഴേക്ക് വരുമ്പോൾ, ഫ്രോക്കിന്റെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്കേർട്ട് പോർഷനിലേക്ക് വരുന്നത് ഡാർക്കർ ടോണിലുള്ള ഫാബ്രിക് ആണ്. ആ ഒരു കളർ ഡിഫറൻസ് ഇവിടെ നോക്കുമ്പോൾ കാണാവുന്നതാണ്. അവിടെ നിന്നും താഴേക്ക് വരുമ്പോൾ താഴെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഫ്രില്ലിന് കൊടുത്തിരിക്കുന്നത് വീണ്ടും യോക്ക് പോർഷനിൽ യൂസ് ചെയ്ത ലൈറ്റർ ടോൺ ഫാബ്രിക് ആണ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രത്യേക ഡിസൈൻ ആയിട്ട് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ടീനേജേഴ്സിന് വേണ്ടിയുള്ള ഡ്രസ്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതത്ര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് മോഡലിൽ ചെയ്തെടുത്തതാണ്. കസ്റ്റമൈസ്ഡ് ആണ്. ഇതിന് ബാക്ക് സിബാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇൻവിസിബിൾ സിബാണ് കൊടുത്തിരിക്കുന്നത്. അത്രയുമൊക്കെയാണ് ഈ ഫ്രോക്കിന്റെ വിശേഷങ്ങൾ. അടുത്ത ഫ്രോക്ക് നമുക്ക് കണ്ടു നോക്കാം. അടുത്ത ഫ്രോക്കിന് വന്നിരിക്കുന്നത് വേറൊരു ഡിസൈനിലുള്ള സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ മാത്രം പഫ് വരുന്ന പഫ് സ്ലീവ് വിത്ത് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ലീവ് ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്ന ഡാർക്ക് ടോൺ ഫാബ്രിക്കിലാണ്. യോക്ക് ഡിസൈൻ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെയുള്ള നെക്ക് കൊടുത്തിട്ട് താഴേക്ക് വരുന്ന യോക്ക് കംപ്ലീറ്റ് ലൈറ്റർ ടോൺ ഫാബ്രിക്കിലാണ് കൊടുത്തിരിക്കുന്നത്. സ്കേർട്ട് പോർഷൻ ഡാർക്ക് ടോൺ ഫാബ്രിക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് താഴേക്ക് ഫ്രില്ല് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് അതിൻ്റെതായ ഡിഫറൻസ് ഓരോ കുട്ടികൾക്കും വേണ്ടതിനനുസരിച്ച് ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്. അതാണ് അതിന് ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈനിനെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഡബിൾ ടോണിലുള്ള മെറ്റീരിയൽസ് കിട്ടിയാൽ നമുക്ക് ഇതുപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ വെറൈറ്റി ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് അയച്ച് തന്നും ഞങ്ങളിൽ നിന്ന് കസ്റ്റമൈസ്ഡ് ചെയ്ത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ഞങ്ങൾക്കൊന്ന് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനെ കസ്റ്റമൈസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരുന്നതാണ്. ഓൺലൈനായിട്ട് മെഷർമെൻറ്റ് എടുക്കുന്നതിനുള്ള സൗകര്യം സൗന്ദര്യ ബുട്ടിക്സ് ആൻഡ് ഡിസൈൻസിൽ അവൈലബിൾ ആണ്. ഇന്റർനാഷണൽ ഷിപ്പിങ്ങും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.